ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരി പോലീസുകാരെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ പോലീസുകാർ ചോദിക്കുവാണ്, എന്താ വാതിലൊക്കെ തുറക്കാനൊരു താമസം എന്ന് പറയുമ്പോൾ ഷാരി പറയാണ്, ഓണമൊക്കെ അല്ലേ സാർ, അതിൻ്റെ പലഹാരമൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, എന്നിട്ട് മണമൊന്നും വരുന്നില്ലോ എന്ന് പറയുമ്പോൾ, അല്ല എല്ലാം ഉണ്ടാക്കിയതാ, അത് പാത്രത്തിലാക്കി അടച്ചൊക്കെ വെക്കുമായിരുന്നു സാർ എന്ന് പറയുവാണ്. അപ്പോഴേക്കും പോലീസുകാർ ചോദിക്കുക, നിനക്കൊരു ആരേനെ അറിയുമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഷാരി പെട്ടെന്നൊന്ന് ഞെട്ടുവാണ്. അപ്പോഴേക്കും പോലീസുകാർ പറയുകയാണ്, പേര് കേട്ടതേ ഞെട്ടിയല്ലോടി നീ എന്ന് പറയുമ്പോഴത്തേക്കും ഷാരി പറയുന്നുണ്ട്, അല്ല ഏത് താരയാന്ന് ഓർക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാർ പറയാം, അത് നിനക്ക് തീരെ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, താര ഇവിടെ വന്നായിരുന്നോ എന്നിങ്ങനെ പിന്നെയും ചോദിക്കുമ്പോഴത്തേക്കും ഷാരി പറയാണ്, ഇല്ല സാർ വന്നില്ല, അവളെ ഒരു ഊമയല്ലേ, അതാ ചോദിച്ചത്, നീയോ നിൻ്റെ ഭർത്താവോ മോളോ എന്തെങ്കിലും ചെയ്തോന്ന് അറിയണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കും ഷാരി പറയാം, എൻ്റെ മോളാണെ സത്യം ഇല്ല സാർ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയാം, നിൻ്റെ കള്ളസത്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, എന്തായാലും ഇപ്പോൾ പോവുക, ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വരവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അതൊക്കെ കണ്ട് ആകെ നമ്മുടെ ഷാരി പേടിച്ച് വരച്ച് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹറും കൂട്ടുകാരനും കൂടെ സനലും കൂടെ ചെന്ന് നമ്മുടെ താരയുടെ ബോഡി ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി വെക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും വന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കും ലാഭം തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ക്യാമറ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുവാണ്. ക്യാമറ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് നമ്മുടെ മനോഹർ ഒരു 25,000 രൂപ ഫ്രണ്ടിന് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത്രയും ചെയ്തിട്ട് 25,000 ഉള്ളൂ എന്ന് പറയുമ്പോൾ മനോഹർ പറയാം, ആകെ എനിക്ക് അവർ 75,000 തന്നേ, നീ പിന്നെ ഒരു അനാഥനല്ലേ, 25,000 കിട്ടിയാലും നിനക്ക് ലാഭം, ഓണമൊക്കെ വരുന്നത്, എന്തൊക്കെ ചിലവുണ്ടെന്ന് നിനക്കറിയാമല്ലോ എൻ്റെ കാര്യത്തിൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആ പെണ്ണും പിള്ളയും കൊണ്ട് ഇനിയും നമുക്ക് മേടിക്കാം ഈ കാര്യവും പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് നിനക്ക് കുറച്ച് തരാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, നിഷയുടെ ആഭരണങ്ങൾ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലും നിനക്കൊരു വിഹിതം തരാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ സനൽ പറയുന്നുണ്ട്, എടാ ഇതൊക്കെ എന്തെങ്കിലും അറിഞ്ഞ് പോലീസുകാർ നമ്മളെ പിടിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനോഹർ പറയാണ്, എന്തായാലും നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് ഓർത്ത് നീ പേടിക്കുകയൊന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും കഷ്ടകാലത്തിന് നിന്നെ എങ്ങനെയും പിടി വീഴുവാണെങ്കിൽ നീയും ഇപ്പം ഇതിനൊക്കെ ഒരു വിഹിതം മേടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പാപപരിഹാരമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കിരണും ഹരിസാറും ആ വഴി കടന്നു പോകുമ്പോഴത്തേക്കും താരയുടെ ബോഡി കിടക്കുന്ന കാണുവാണ് കേട്ടോ. പെട്ടെന്ന് അവർ താരനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUയിൽ അഡ്മിറ്റ് ആക്കുവാണ്. ആ സമയത്ത് CS ഓടി വരുന്നുണ്ട് കേട്ടോ. CS വന്നിട്ട് പറയുകയാണ്, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ, ആരെങ്കിലും ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്ത് കൊണ്ട് ഇട്ടതാണോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംശയം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് CS പറയുകയാണ്, ഒരു ദിവസം മനസ്സമാധാനത്തോടുകൂടി അവൾക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കിരൺ പറയുകയാണ്, സാരമില്ല അച്ഛാ, നോക്കാം, എങ്ങനെയുണ്ട് ആൻറ്റിയുടെ അവസ്ഥ നോക്കാം, പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് വഴി കിടക്കുന്നത് കണ്ടതാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം ICUവിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാരീനെയാണ് കേട്ടോ. മനോഹർ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഷാരിയോട് പറയുകയാണ്, അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, ആളില്ലാത്തൊരു സ്ഥലത്ത്, പിന്നെ പറഞ്ഞതിലും കൂടുതൽ ആൾക്കാർ വരേണ്ട വന്നു, അതുകൊണ്ട് 2 ലക്ഷത്തിലൊന്നും നിന്നില്ല അമ്മയെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഷാരി പറയാം, അത് മോനെ, ഞാൻ നാളെ കുറച്ച് സ്വർണ്ണം എടുത്ത് തരാം, ലോക്കറിലിരിപ്പുണ്ട്, അത് മോൻ വിൽക്കുമോ പണയം വിൽക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പിന്നെ എൻ്റെ അക്കൗണ്ടിലും കുറച്ച് ക്യാഷ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും മനോഹർ പറയാം, അല്ല നാളെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ കയ്യിലുണ്ടാവും അക്കൗണ്ടിൽ റോൾ ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും ഷാരി പറയാം, അതൊന്നും വേണ്ട, മോനിപ്പം ചെയ്യുന്നതിന് കൂടുതലാണ്, ഇനി എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാലും ഞാൻ ജയിലിൽ പൊക്കോളാം, മോനൊരു കുഴപ്പവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനോഹർ പറയാണ്, ജയിലിൽ പോകേണ്ട വന്നാലും ഒന്നും സംഭവിക്കുമല്ലോ അമ്മേ, ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഞാൻ അമ്മയെ ജയിലിൽ ഇടുകയില്ല, എനിക്ക് ഇപ്പം അത്രയ്ക്ക് ആസ്തി ഉണ്ടല്ലോ, ഒരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ പുഷ്പം പോലെ പുറത്തിറക്കാൻ പറ്റുന്നുള്ളൂ, അമ്മേനെ ഞാൻ എൻ്റെ സ്വന്തം അമ്മേനെ പോലെയാണ് കാണുന്നത്, അത് അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഷാരിക്ക് ആകെ സങ്കടമൊക്കെ വന്ന് മനോഹറിന് മുമ്പിൽ കൈയൊക്കെ കൂപ്പി നിന്ന് കരയുവാണ്. അത് കഴിയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ട് പോയി കിടക്ക് എന്ന് പറഞ്ഞ് ഷാരിനെ പയ്യെ കിടക്കാൻ വേണ്ടി മുറിയിലോട്ടൊക്കെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.